അപ്പം അങ്ങനെ ഇത് ഉമ്മാൻ്റെ നാട്ടിലെത്തിയിട്ട് ഒരാഴ്ച തികഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഉമ്മ നമ്മൾ എവിടെയും കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ അവസാനം ഉമ്മാനെ ശല്യം ചെയ്ത് തോൽപ്പെട്ടി വരെ എത്തിയിരിക്കുകയാണ് കേട്ടോ. നിറയെ തേക്കിൻ്റെ മരമാണ്, അതുപോലെ തന്നെ നല്ല മഞ്ഞുണ്ട്. അങ്ങനെ നമ്മൾ റോഡൊന്ന് നോക്കുമ്പോൾ ഇത് ഒരു ട്രാവലർ ബസ് കളറാക്കിയിട്ട് പോകുന്നുണ്ടത്. മിക്ക എല്ലാ ആൾക്കാരും ഇവിടെ തന്നെയാണ് വരുന്നത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ നല്ല തണുപ്പുണ്ടല്ലോ. മരങ്ങളുടെ ഇടയിൽ വേറൊരു മരത്തിൽ നല്ല ചുമന്ന കളറായിട്ട് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് നല്ല ഭംഗിയില്ലേ. അത് മാത്രമല്ല, ഈ ഒരു റോഡിൽ കുറച്ച് മുമ്പ് ഡോഗ്സൊക്കെ അടിപിടി ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നും എടുക്കാത്തതാണ് കേട്ടോ. അപ്പോൾ മഞ്ഞുതുള്ളികൾ കയ്യിലും കാലിലും ശരീരത്തിലാകെ ഉറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് മാനുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയതാണ്, പക്ഷേ മാനെ പേടിച്ചിട്ട് പോയതാണ്. 2 ഫോണാണ് എൻ്റെ കൈമിലുള്ളത്. അങ്ങനെ നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോഴാണ് ഇത് ഒരു കുരങ്ങൻ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു പള്ളിയുണ്ട്, അതുപോലെ തന്നെ ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ടോയ്ലറ്റ്. ജാക്കറ്റൊക്കെ എടുത്തിട്ട് വരേണ്ടതാണ്, കാരണം അത്രയ്ക്കും തണുപ്പാണ്. പക്ഷെ നമ്മൾ ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല. ഈ ഒരു ഭാഗം കാണാൻ നല്ല ഭംഗിയില്ലേ, റീൽസൊക്കെ എടുക്കാമല്ലോ അവിടെ നിന്നൊക്കെ. അതുമാത്രമല്ല അവിടെ ഒരു JCB ഉണ്ട്. എന്താണ് അവിടെ പണിയുന്നതെന്നൊന്നും അറിയില്ല, അവിടെ നിർത്തി വെച്ചതാണോ എന്ന് ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതേ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സംഭവം. നല്ല ഭംഗിയില്ല ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞും കൊണ്ട് തേക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ തന്നെ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുകയാണെങ്കിൽ തന്നെ നല്ല രസമുണ്ടാകും, കാരണം തണുപ്പ് അത്രയ്ക്കും നമുക്ക് അങ്ങ് അടിക്കില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെയൊക്കെ കാറൊക്കെ നിർത്തി വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, മങ്കി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, എന്തെങ്കിലും ഒന്ന് കൈമിൽ കിട്ടുമോ വിചാരിച്ചിട്ട്. അത് കണ്ടില്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാറും കൂടി അങ്ങോട്ട് പോകുന്ന കണ്ടിട്ട് നോക്കിയതാണ് ആൾ ഇതെന്താ പോകുന്നതെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ തോൽപ്പെട്ടിയിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ മൂരിക്കാപ്പിൽ വന്നതാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 6 പേരാണുള്ളത്. അപ്പോൾ 6 പേർക്ക് 3 പോത്തുംകാലും കുറച്ച് ഗ്രേവിയും അതിൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊറോട്ടയും പത്തിരിയും നെയ്ച്ചോറും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. കണ്ടില്ലേ, എന്ത് രസമല്ലേ ഇതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ നമ്മളൊരു ഫോട്ടോ എടുത്തു അവസാനം. അപ്പോൾ ഇത്രയും വെച്ച് ടാറ്റാ.